ശ്രീ മുനീർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ മുനീർ, അങ്ങ് വളയം പിടിപ്പിച്ച കൈകളാണ് ഇപ്പോൾ ആ മണ്ണിനടിയിൽ ആ ലോറിക്കുള്ളിലുള്ളത്. ആ കൈ പിടിച്ച് കയറ്റുന്നതിനായി 5 ദിവസമായിട്ടും ഒരാൾക്ക് പോലും അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മനുഷ്യൻ അതിനടിയിലുണ്ട് എന്നല്ല പറയുന്നത്, അടിയിലുള്ളത് ഒരു ഡ്രൈവർ അല്ലേ എന്നുള്ള ചോദ്യം. അങ്ങനെ ഒരു അപക്വമായ ചോദ്യം പോലും ഈ തെരച്ചിൽ ദൗത്യത്തിനിടയിൽ നമുക്ക് കേൾക്കേണ്ടി വന്നു. ഇത് കേൾക്കുകയും ചെയ്ത് അത് പറയുകയും ചെയ്ത് ആ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ തല്ലുകയും ചെയ്ത് ഇത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണെന്നറിയോ? 5 ദിവസമായി അവരുടെ വീട്ടിൽ ഒരു ചെറിയ പൈതൽ വരെ അതിൻ്റെ അച്ഛനെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത് ചെയ്യുക? നമ്മളൊക്കെ ഇവിടുന്ന് നാട്ടുകാർ മൊത്തം പോകാൻ തയ്യാറായിരിക്കുക, പക്ഷേ ആർക്കും അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കില്ല. ഇത് കർണാടക പോലീസുകാർ ചെയ്യുന്ന അത് എനിക്ക് നേരത്തെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ മെനക്കെടാഞ്ഞ്. ഞങ്ങളിതാ ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് അവൻ്റെ അയൽവാസികളും നാട്ടുകാരും മൊത്തം പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ഇത്രയും ദിവസമായിട്ട്. കാരണം അവിടെ പോയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇത്രയും ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ഞാൻ അനവധി ആക്സിഡൻറ്റും കർണാടകയിലൊക്കെ പോയിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യുക? ആരും ഒന്നുമില്ല. വരുന്ന ഒരു ആക്സിഡൻറ്റ് സ്വാഭാവികമായിട്ട് കർണാടകയിൽ പോയിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ വരുന്ന ആൾക്കാരെല്ലാം ഇവരെ തല്ലി ചെയ്യുക, എന്നിട്ടാ ചോദിക്കുക അവനെന്തിനാ തല്ലിയതെന്ന്. അതാണ് കർണാടക. കാരണം ഈ മലയാളികൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ജാതി മതം രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുന്ന. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം, ആ വ്യക്തിക്ക് വേണ്ടി എയർഫോഴ്സിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മൂത്രവും ഇതൊക്കെ ഉള്ള ഇതിൽ ഇറങ്ങിങ്ങാണ്ട് ആ എയർഫോഴ്സ് അവർക്ക് അവരുടെ പണി 6 മണി തൊട്ടിട്ട് 6 മണി വരെ നിന്നാൽ പോരെ. അവരതല്ല, ഫുൾ ടൈം നിന്ന്. ഇവിടെ അതല്ല. ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ ദൗത്യ സംഘം ഇന്ന് വന്നത് 9:30 മണിക്കാണ്. ഇതൊക്കെ എല്ലാം കാണുകയാണ് ഞങ്ങൾ. പിന്നെ വൈകുന്നേരം അവർ നിർത്തി, അവരെ ഓഫീസ് ടൈം കഴിഞ്ഞ മാതിരി അവർ പോവുകയും ചെയ്യുന്നു. ഒരു രക്ഷാപ്രവർത്തനം എന്താണെന്നുള്ള അവിടെ ആർക്കും അറിയില്ല. ഒരു മനുഷ്യനോടുള്ള എന്താണ് അതിന് പറയുക, മനുഷ്യനോടൊരു സ്നേഹമില്ലാത്തൊരു ഇതാണ് കാണിച്ചത് ആ SP ഇതുവരെയെല്ലാം. ഒരു ജീവനാണ് അടിയിൽ കിടക്കുന്നത്, അതല്ലാതെ ഡ്രൈവറല്ല, ഒരു മനുഷ്യ ജീവനാണ് ഇത്. അത് ഒന്നുമല്ല. കാരണം അവിടെ ഈ രാവിലെ 8 മണിക്ക് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ അനവധി വണ്ടികളുണ്ടാവും. അത് കേരളം, മഹാരാഷ്ട്ര, കർണാടക എല്ലാ വണ്ടിക്കാരും ഉണ്ടാവും അവിടെ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടുന്ന് എല്ലാവരും പോകൽ. അതൊരു 10 മണി വരെ. ഈ അർജുൻ ആ സമയം കൂടെ അവിടെ കിടന്നിട്ടുണ്ടാകും. 3 മണിക്ക് വന്ന് കിടന്ന ഒരു വ്യക്തി ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. ഈ ഉറങ്ങിയ സമയത്ത് ഇത് വീണിട്ട് അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്താ സംഭവിച്ചതെന്ന്. ഇപ്പോഴും അവർക്ക് ഈ അർജുൻ അറിയില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം ഒരു ഇരുട്ട് നിറഞ്ഞു കിടക്കുകയാണ്. എന്താണ് സംഭവം, ഏതാണ് ഒന്നും അറിയുന്നില്ല. അത് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ള ഇത്രയും 5 ദിവസമായിട്ട് ഇതിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കില്ല. ഈ രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. അത് 3 മണി വരെ എന്തോ ആർക്കോ വേണ്ടി എന്തോ ചെയ്യാണ്.